സത്യസായി ബാബയെ ജീവിതകാലം മുഴുവൻ എതിർത്ത യുക്തിവാദ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വിയോഗവേളയിലും എതിർപ്പ് തുടർന്നു. സത്യസായി ബാബ കപടദൈവം മാത്രമായിരുന്നുവെന്ന് സനൽ ഇടമറുക് വിലയിരുത്തി. വാർത്ത ശ്രവിക്കുമ്പോൾ സത്യസായി ബാബയുടെ ഒരു പ്രവചനത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായ രീതിയിൽ പ്രവചിച്ചിരുന്നു. അദ്ദേഹം 96-ാമത്തെ വയസ്സിൽ ഒരു നിശ്ചിത ദിവസമാണ് മരിക്കാൻ പോകുന്നത് എന്ന്. അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഭഗവാൻ തന്നെയാണ് എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിരവധി അത്ഭുതകൃത്യങ്ങൾ യഥാർത്ഥത്തിൽ അത്ഭുതകൃത്യങ്ങളായിരുന്നില്ല എന്നും കൈയടക്കം ഉൾപ്പെടെയുള്ള ചെറിയ കൺകെട്ട് വിദ്യകളും തട്ടിപ്പുമായിരുന്നു എന്നതും വളരെ വ്യക്തമായി അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രവചനം, സ്വന്തം മരണത്തെക്കുറിച്ച് നടത്തിയ പ്രവചനം പാഴായിപ്പോയി, ആ പ്രവചനം തെറ്റായിപ്പോയി എന്നാണ് ഈ മരണത്തിലൂടെ അദ്ദേഹം സ്ഥാപിച്ചത്. രണ്ടാമത്തെ സംഗതി, സത്യസായി ബാബയ്ക്ക് എത്രയധികം ആരാധകരുണ്ടെങ്കിലും അദ്ദേഹത്തിന് എത്രയധികം പിന്തുണയുണ്ടെങ്കിലും നമ്മൾ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ഭംഗിവാക്കുകൾ മാത്രമേ പറയാവൂ എന്നൊരു പൊതുവായ ഒരു സാമൂഹ്യ അഭിപ്രായം നിലവിലുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പറയാതിരുന്നുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യസായി ബാബ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെറ്റായ സ്വാധീനം ദീർഘകാലം ഇന്ത്യക്ക് ഒരു അപകടകരമായ സ്വാധീനമായി തന്നെ നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശാസ്ത്രബോധത്തിന്റെ മുന്നേറ്റം വളരെ ശക്തമായി ഉണ്ടായ 1960-കളിലാണ് ദിവ്യാത്ഭുതങ്ങളും കൊച്ചു ചെപ്പടി വിദ്യകളും കൊണ്ട് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും എന്നൊരു പുതിയ സംസ്കാരം ത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സത്യസായി ബാബ രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ വിജയം ഒരുപാട് കൊച്ചു കപട ദൈവങ്ങളെ രംഗത്ത് വരാനായിട്ട് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ സത്യസായി ബാബ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയുടെ രീതിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥലമാകുമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുക, ആശുപത്രി തുടങ്ങുകയോ ചെയ്താൽ അത് സത്യസായി ബാബ എന്നല്ല ആര് നടത്തിയാലും നല്ലതാണ് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്.